ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ നമ്മളോടൊപ്പം അജു ഉണ്ട്. പാത്തുവിനെ നമ്മൾ വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് 2 ദിവസമായി. അപ്പോൾ അജു രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അവളെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റ് അങ്ങോട്ട് പോവാം. അജു എന്നോടാ മിണ്ടാത്തെ? പാത്തുവിനെ കാണണ്ടേ? എന്നിട്ട് പിന്നെ എന്നെ പറയാത്ത നീ? എന്നാ കാണണ്ട അവളെ? കണ്ടിട്ട് പൊക്കിക്കൊണ്ട് അവള് വരത്തില്ലായിരിക്കും. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പം അവളെ എഴുന്നേറ്റിട്ടുണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന താന്നിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ആണ് കല്ലാറ്റിലേക്കുള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. പാത്തു എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ നാട്ടിലെ റോഡുകളെല്ലാം നല്ല രീതിയിൽ പണിത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അടുത്തിടയിലാണ് ഇതിൻ്റെ ടാറിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയത്. നല്ല രീതിയിൽ പണിതിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കല്ലാറ് 2ാം ബ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം. പാത്തു എഴുന്നേറ്റോണെന്ന് അറിയത്തില്ല, രാവിലെ വിളിച്ചില്ല. തടെ ഏലത്തോട്ടമൊക്കെയാണ് കാണുന്നത്. ഏലമൊക്കെ നല്ല അടിപൊളിയാക്കി ചോടങ്ങ് നല്ല വൃത്തിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അത്ര നല്ലൊരു കർഷകനാണ് കേട്ടോ. കൂടുതലും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. രാവിലെ ഫോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാത്തു എഴുന്നേറ്റോ നമുക്ക് നോക്കാം. എടാ പാത്തു എഴുന്നേറ്റില്ലടാ? രാവിലെ എഴുന്നേറ്റേ. രാവിലെ ഇന്ന് നേരത്തെ എഴുന്നേറ്റ്, എന്നിട്ട് പിന്നെ കിടന്നാ. ഞാൻ അന്നേരം പറയും ഇന്ന് അംഗനവാടിയിലെ ഷൂട്ടിങ്ങിന് പോകണം, അംഗനവാടി ഷൂട്ടിംഗ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മേടിപ്പിച്ച് കിടത്തിരിക്കുക. പാത്ത് രാവിലെ എഴുന്നേറ്റായിരുന്നു. 5:15 എഴുന്നേറ്റു. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വീണ്ടും അവൾ ഉറങ്ങിപ്പോയി. പാത്ത് പ്രതീക്ഷിക്കാതെ ഞങ്ങളെ കണ്ടപ്പോഴേ അവൾക്കൊരാശങ്ക. ഇനി ഞങ്ങളവിടെ അംഗൻവാടി കൊണ്ടുപോകാനാണോ വന്നേ? അപ്പോൾ അതിൻ്റെ പരിഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം അവർ രണ്ടുപേരും കമ്പനിയായി. ഇനിയിപ്പം കളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടികൾ രണ്ടുപേരും അളിയനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അവൻ വിളിച്ചിട്ടും അവൾക്കൊരു മടി ഉണ്ടായിരുന്നു. എന്നാലും അവൻ്റെ അടുത്ത് പോയി. എന്നാലും അജുവിൻ്റെ പുറകെ കളിക്കാൻ പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മോളെ എന്നിട്ട് പാടി. അവന് കല്യാണം കഴിക്കണമെന്നാ പറയുന്നത് അല്ലടാ? രണ്ട് ദിവസം കൂടി കണ്ടോണ്ടാണോ എന്നറിയത്തില്ല. ഞാൻ വിളിച്ചിട്ടും വരാനൊരു മടിയായിരുന്നു. പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ എന്നാടി തിന്നുന്നേ? എന്നാ തിന്നുന്നേ? എന്നാ മിഠായി അടി? നീ പല്ല് വെച്ചോടി പാത്തു? എപ്പം? എപ്പോഴാ പല്ല് വെച്ചേ? ഇപ്പോഴാ? പല്ല് തേക്കാതെ അവൾ മുട്ടായി തിന്നുവാ. തേച്ചായിരുന്നോ?
വെറുതെ പറഞ്ഞാണോ? ശരി. ഇങ്ങോട്ട് വാടാ. ഇത് കണ്ടു നോക്ക്. ദേ, നമുക്കേ പോയാലോ? കയ്യൂൻ്റെ അടുത്ത് വരുന്നില്ലേ? അമ്മയുടെ അടുത്ത് വരുന്നില്ലേ എടി? ഇക്കു ഉണ്ടല്ലോ, ഇക്കു അല്ലേ ഇപ്പം വന്നേ. ഇക്കുവിന് ഇന്ന് പള്ളി പോകണ്ട, ഇന്ന് പള്ളി അവധിയാണ്. ആ വരുന്നില്ലേ? ഇന്ന് അംഗൻവാടി അവധിയാണോ ഡി? അംഗൻവാടി പോകുന്നുണ്ടോ? ഇല്ലേ? അതെന്നാ ഡി? വാപ്പിക്കൊരു മുട്ടായി തരാവോ? എന്നാടി വാപ്പ എടുത്ത് വരാത്തെ? അംഗനവാടി ഷൂട്ടിങ്ങിന് പോകുന്നില്ല. ഇന്ന് അംഗൻവാടി അവധിയാണേ. അംഗൻവാടി പോകണ്ട കേട്ടോ. ചിരിച്ചേ. ഇസ്മായിലോ? പാത്തു നീ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? അജു വരുന്നുണ്ടോടാ? സുഹൃത്തുക്കളെ, അപ്പോൾ അജുവും കൂടെ അവിടെ നിന്നു. അവൻ വന്നില്ല, പാത്തൻ്റെ കൂടെ അവിടെ നിന്നു. അപ്പോൾ അവൻ ഇന്ന് പള്ളിയിൽ പോകണ്ട, രണ്ടുപേരും കളിച്ചോണ്ട് അവിടെ നിൽക്കുകയാണ്. എന്നോട് പൊക്കോളാൻ പറഞ്ഞു, വൈകിട്ട് വന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു പോവാണ്. അപ്പോൾ ഇടുക്കി ബഡ്ഡിയുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്